ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ആവുമ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡെസ്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ട് പിൻട്രസ്റ്റിൽ ഒരു കൊട്ടക്കണക്കിന് റെഫറൻസ് പിക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് വെച്ച എല്ലാ ഡെസ്കിന്റെ മുകളിലും ഈ ഒരു എസ്തെറ്റിക് ലാമ്പ് ഉണ്ട്. അതൊക്കെ ഓക്കെ, ഈ സാധനം എൻ്റെ കയ്യിലും കിട്ടി. ഇനി കുട എങ്ങനെ നിവർത്തും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേടി. ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഇതിങ്ങനെ തുറന്നു വരാമെന്ന് എനിക്ക് കിട്ടണേ ഇല്ല. ഞാൻ കുറേ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ആക്കി നോക്കി. അറ്റ് ലാസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഒരു കുട്ടിയുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കരുത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇത് എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായി. അത് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ആയി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയാ ഒരു സംഭവമാണ് ഗൈസ്. പിന്നെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ കുറേ വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നല്ല ആത്മാർത്ഥതയോടെയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടില്ല സെയിം ലാമ്പിന്റെ ഒരു കുന്നംകുളം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോക്ക് എനിക്ക് വെറും 30 വ്യൂസേ കിട്ടിയുള്ളൂ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന്.